ദിഹാങ്ക ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പടവലങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പടവലങ്ങ ഉണ്ടല്ലോ, അത് ചെറുതാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പടവലങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് പകുതി വേവാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തുറന്നിട്ട് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. നമ്മളിവിടെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം പടവലങ്ങയിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതിൽ തന്നെ കിടന്നിട്ടാണ് ഇത് വേവുന്നത്. അപ്പോൾ നമ്മുടെ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും ചേർക്കുകയാണ്. പടവലങ്ങ എപ്പോഴും നമ്മൾ അധികം എരിവൊന്നും ഇല്ലാണ്ട് ആണ് ഉണ്ടാക്കാറ്. ഈ കറി നമുക്ക് ഇത്തിരി എരിവിലൊന്നും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമണം മാറുമ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ തക്കാളിയും കൂടെ ഈ പടവലങ്ങയുടെ ഒപ്പം ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അത് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു പിടി തേങ്ങയും 1 കപ്പ് തൈരും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെക്കണം. തക്കാളിയും പടവലങ്ങയും വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളിയും പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. വെന്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പടവലങ്ങ നേരത്തെ നമ്മൾ പകുതി വേവിലാണ് തക്കാളി ചേർത്തത്. അപ്പോൾ ഇപ്പോൾ പടവലങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയും തൈരും കൂടിയിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ തൈരും തേങ്ങയും കടുകും കൂടിയിട്ട് അരച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് തൈര് അതേ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിത് കുറച്ച് ഗ്രേവിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ചൂടായിട്ട് വന്നാൽ മതി. അതായത് തിളയ്ക്കാനൊന്നും പാടില്ല, കാരണം ഇത് തൈര് ഉടച്ചിട്ടാണല്ലോ ചേർക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത് പൊട്ടിയിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിൽ വേറെ നമ്മൾ താളിച്ചിടേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെ താളിച്ചിട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അല്ലാണ്ട് അവസാനം താളിച്ചിടുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചത്. നമ്മളെപ്പോഴും പടവലങ്ങ കൊണ്ട് എന്നിട്ട് പരിപ്പും മുളകൂശം പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഓലം പോലെ വെക്കും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വെക്കാറ്. അപ്പോൾ ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ട് ഒരു പച്ചടി പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.